ശ്രീ അഡ്വക്കേറ്റ് ബിജു നോയൽ, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മൾ എറണാകുളത്ത് കുസാറ്റിൽ ഒരു വലിയ ദുരന്തം കണ്ടത്. അവിടെ ഗാനമേള പരിപാടിക്കിടെ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൽ 4-5 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം കണ്ടു. ഇതിപ്പോൾ ഒരു MLA നാളെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പുതുവർഷാഘോഷം നടക്കാൻ പോവുകയാണ് മട്ടാഞ്ചേരിയിൽ. ഈ അപകടങ്ങൾ ഒക്കെ ഉണ്ടായതിന് ശേഷം ഈ അടുത്ത ഒരു ഇവന്റ് വരുമ്പോൾ ആ അപകടങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ മുൻകരുതലുകൾ എടുക്കാറുണ്ട്. ഏതെങ്കിലും ഒരു അപകടം പാഠമാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അതാണ് നേരത്തെ അഭിലാഷ് പറഞ്ഞത്. ജനങ്ങൾ പൊതുവെ നമ്മുടെ അധികാരികളെയൊക്കെ വിശ്വസിച്ചാണ് ഇത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവിടെ വേണ്ടത്ര സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം ഇവിടെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത്തരം പരിപാടികൾ നടത്തുന്നതിന് അനുമതി നൽകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മാന്യമായ രീതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാ പ്രോഗ്രാമുകളും നടന്നുകൊള്ളണമെന്നില്ല, പക്ഷെ നമുക്കതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ ഇപ്പോൾ GCDയെ തന്നെ നോക്കൂ. അവർ നേരത്തെ പറഞ്ഞതുപോലെ അവർ കാശുണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ സ്റ്റേഡിയമൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നു. കാശ് വാങ്ങി അവരുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം അവിടെ അവസാനിക്കുന്നില്ല. കാരണം ഇത്തരം പൊതു ഇടങ്ങളിൽ, സ്വകാര്യ ഇടമല്ല ഇത്, ഒരു പൊതു ഇടങ്ങളിൽ ഇത്തരം പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അതിനുള്ള ഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല. വാസ്തവത്തിൽ അത് മോണിറ്റർ ചെയ്യപ്പെടേണ്ടതാണ്. ആ പ്രോഗ്രാം കഴിഞ്ഞ് തുടങ്ങി അവസാനിക്കുന്നത് വരെ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ക്രൈറ്റീരിയക്ക് വിരുദ്ധമായി ഈ പറയുന്ന ഏജൻസികൾ അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളൊക്കെ എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിരുന്നു. അത് പരിശോധിക്കാത്തതിന്റെ ഫലമാണ് വാസ്തവത്തിൽ ഇന്നലെ ഉണ്ടായ ദുരന്തം. അത് പരിശോധിക്കാൻ ഇനിയും വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പാഠം പഠിക്കാൻ വാസ്തവത്തിൽ തയ്യാറാകാറില്ല. ഇവിടെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടെ ഇത്രയേറെ പോലീസിന് അവരുടെ മാൻ പവർ കൊടുക്കുന്നതിന് ഇത്തരം ഏജൻസികളിൽ നിന്ന് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ ഏകദേശം 6 കോടി രൂപ ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എത്ര പോലീസിനെ അവിടെ വിന്യസിക്കാൻ വേണ്ടിയുള്ള പൈസയാണ് പോലീസ് വാങ്ങിച്ചത് എന്ന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്നിട്ട് ഈ പോലീസ് അവിടെ അതിനുള്ള മാൻ പവർ അവിടെ വിന്യസിച്ചിട്ടില്ല എങ്കിൽ ആണ് അത് പരിശോധിച്ച് അതിനകത്ത് കുറ്റക്കാരുണ്ടെങ്കിൽ അവർ കൂടി ഈ കേസിന്റെ പരിധിയിൽ വരേണ്ടതാണ് വാസ്തവത്തിൽ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ 43 നേരത്തെ കമ്മീഷണർ പോലീസ് പറഞ്ഞതാണ് 43 പേരാണ് അവിടെ കുറച്ച് ഉദ്യോഗസ്ഥ ഹയർ ഓഫീഷ്യൽസുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത്രയും ആളുകൾ, അതാണ് നേരത്തെ റിയ പറഞ്ഞതുപോലെ അശാസ്ത്രീയമായിട്ടാണ് വാസ്തവത്തിൽ വീണ MLA അവിടെ നിന്ന് കൊണ്ടുപോയത്. ശാസ്ത്രീയമായി പരിശീലനം ലഭിച്ച പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പറയുന്ന ആംബുലൻസ് പരാജയപ്പെട്ടു പോയ അത്രയധികം വീഴ്ചകൾ വന്ന ഒരു ഇവന്റ് ആയിട്ടേ കൊച്ചിയിൽ ഇന്നത്തെ സംഭവത്തെ കാണാൻ കഴിയുകയുള്ളൂ.